ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ഒരു മാങ്ങാക്കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നതും. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് നല്ല ചെറിയ മാങ്ങ 5 എണ്ണം ഞാൻ ഇതിനകത്ത് വേകാനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. മാമ്പഴം വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറെ ഒന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാമ്പഴം ഒന്ന് വെന്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ശർക്കര പാനി വെള്ളത്തിലൊന്ന് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വഴന്നു വരണം. നമുക്ക് അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. മാങ്ങ എല്ലാം ആ ശർക്കര പാനിയിലൊക്കെ കിടന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ വേവിക്കാം. മാങ്ങ ഒന്ന് നോക്കാം. നന്നായിട്ട് മാങ്ങ വെന്തിട്ടുണ്ട്. ആ ശർക്കര പാനി നെയ്യുമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിക്കരുത്, ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഈ മാങ്ങാക്കറിക്ക് നമുക്കൊന്ന് താളിപ്പും കൂടെ കൊടുക്കാം. അതും വെളിച്ചെണ്ണയൊന്നുമല്ല, നെയ്ക്കകത്ത് തന്നെ താളിച്ച് കൊടുക്കാം. താളിക്കാനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ഇതിന് ചേർക്കരുത്. കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇഞ്ചിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടായിട്ട് വന്ന മാങ്ങാക്കറിയിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. നമുക്കൊന്ന് നോക്കാം. പതുക്കെ എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റോടു കൂടിയുള്ള മാങ്ങാക്കറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.